ഹായ് ഓൾ, നമുക്ക് ഗജി സിൽക്ക് ഫാബ്രിക്കിലേക്ക് കുറച്ച് ഷെയ്ഡ്സ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് ഞാൻ വേർതിരിക്കുന്നത്. നമുക്ക് പുതിയ ഷെയ്ഡ്സ് കുറച്ച് വന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള കുറേ ഷെയ്ഡ്സ്. നമ്മൾ പല ആംഗിളിൽ നിന്നും നിങ്ങളെ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് ഷെയ്ഡ്സിലുണ്ടാവും കേട്ടോ. ഇത് വന്നേക്കുന്ന ഒരു വൈൻ ഷെയ്ഡാണ്, ഒരു വൈനല്ല, ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. നല്ലൊരു വൈനിൻ്റെയൊക്കെ ഒരു മിക്സുള്ള ഒരു പേർപ്പിൾ. പിന്നെ ഇതൊരു റെഡ് റാണി ഷെയ്ഡിലേക്ക് വരുന്നു, റാണി പിങ്ക്. പിന്നെ ഇതൊരു മജന്ത മിക്സ് ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡിലേക്ക്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ വേർതിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്, കുറച്ചും കൂടി ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നേക്കുന്നത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ജെറ്റ് ബ്ലാക്ക് കളറ്. ബ്ലാക്ക് കുറേ നാളായിട്ട് എല്ലാവരും റീസ്റ്റോക്ക് ചോദിക്കുമായിരുന്നു. പിന്നെ വന്നേക്കുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് നമുക്ക് വന്നേക്കുന്നത്. 320 per meter 44 inches വിട്ടിലാണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കളേഴ്സ് കാണാം. ഷെയ്ഡ് വന്നേക്കുന്ന ഇതാണ് കേട്ടോ, ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. ചെറിയൊരു വൈൻ്റെ ടിന്നും കൂടെ ഉള്ളൊരു പേർപ്പിൾ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ, നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. ബ്രൈറ്റ് ഷെയ്ഡ്സിനൊരു പ്രത്യേക എലഗൻസ് ആണ്, നല്ല രസമാണ് കാണാൻ. 320 per meter 44 inches ആണ് വിട്ട്. ഒരുപാട് ഇങ്ങനെ ഗ്ലേസിംഗ് ഇല്ല. വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ കാണുന്നത് എനിക്കറിയത്തില്ല. ഒത്തിരി ഗ്ലേസിംഗ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ്. നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ്. പുറമേ നല്ല സിൽക്കും ഉള്ളിൽ കോട്ടനുമാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഉള്ളിൽ കോട്ടനാണ്, പുറമേ സിൽക്ക് മെറ്റീരിയലുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടോ, ഇങ്ങനെ വരും. കോട്ടനാണ് ഉള്ളിൽ, പുറമേ സിൽക്ക് ഫാബ്രിക്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഉള്ളിലാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. കോട്ടൺ ലൈനിങ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബോട്ടത്തിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. കുറേ ദിവസമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ബ്ലാക്കിന് വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ വരുന്നു, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇതിന് കണ്ടോ, ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്നുണ്ടോ. ഇതാ ഫോൾഡിങ് ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇത് ബണ്ടിലായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ അയൺ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നിവർന്നു വരും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ യൂസ് കഴിഞ്ഞ് മടക്കി വെച്ചാലും നമ്മൾ എടുക്കുമ്പോൾ അത് ചുരുണ്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അയൺ ചെയ്താൽ നന്നായിട്ട് നിവർന്നു വരുന്ന മെറ്റീരിയലാണ്. ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇത് കണ്ടോ, 320 ആണ് per meter റേറ്റ്, 44 inches വിത്ത്. അടിപൊളി ഫാബ്രിക്കാണ്. അടുത്തത് വന്നേക്കുന്നത് ഞാൻ വേർതിരിക്കുന്ന ബിസ്ക്കറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ വലിയൊരു ബണ്ടിലാണ് നമുക്കിരിക്കുന്നത്. അത് എടുത്ത് പൊക്കി കൊണ്ടുവരാൻ പാടായതുകൊണ്ടാണ് ചെറിയൊരു പീസ് ഇരുന്നതാണ് ഞാൻ എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ വേർതിരിക്കുന്ന സെയിം ഷെയ്ഡ് കിട്ടുന്നില്ല. അത് ഇനി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാരണം സെയിം ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതായിരുന്നു ഫസ്റ്റ് വന്നെങ്കിൽ ഞാൻ ആ ഷെയ്ഡായിരുന്നു എടുക്കുള്ളൂ. ഞാനിപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ജെന്യൂൻ ആയിട്ട് പറയുന്നത്. കാരണം ഇതിനൊരു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു റോസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ കളർ കിട്ടാത്തൊരു ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരും കണ്ടോ, ഇത്രയാണ് ഡിഫറൻസ് വരുന്നത്. ഞാൻ വേറെ കുറച്ചുകൂടെ ഒരു ചിക്കോ ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ്. ഇതിലേക്ക് കുറച്ച് റോസ് ഗോൾഡിൻ്റെ ടിൻറ്റും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ വരും ഷെയ്ഡ്. 320 per meter 44 inches വിട്ട്. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മജന്ത മിക്സ് ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡ്. ഇതുണ്ട്, ഒരു ഡാർക്ക് മജന്ത എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി കളറാണ്. നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാതിനെ. അതുപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ബോട്ടവും ടോപ്പും ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില ആളുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2.5 മീറ്റർ മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ബോട്ടം അന്വേഷിച്ച് വരും. കാരണം ചിലപ്പോൾ രണ്ടാമത് നമുക്ക് ആ സെയിം കളർ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എടുക്കുമ്പോൾ 4.5 മീറ്റർ 5 മീറ്റർ ആയിട്ട് ബോട്ടത്തിനും കൂടി കൂടിയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഇത് ഫുൾ സെറ്റ് ആയിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനും ആ ഒരു ഭംഗിയൊക്കെ വരുന്നത്. നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിടാൻ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ഉപയോഗിക്കണം. നമ്മൾ ഇത്രയും പ്രാവശ്യം ഇത്രയും കളേഴ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര അടിപൊളി മെറ്റീരിയൽ ആയിരിക്കും ഇതെന്ന്. ഇങ്ങനെ വരുന്നു. 320 per meter 44 inches വിട്ട്. നെക്സ്റ്റ് കുറേ നാളായിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു റോയൽ ബ്ലൂ കൊണ്ടുവരാമെന്നോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോയൽ ബ്ലൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പ്രാവശ്യം. ഇത് കണ്ടോ, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ വരും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരിക്കും കേട്ടോ. ഇത് നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. ബ്രൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കാം. ഇങ്ങനെ വരുന്നു. 320 per meter 44 inches വിട്ട്. അടുത്തൊരു പേസ്റ്റൽ ഷെയ്ഡ് കാണാം കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സീ ഗ്രീൻ ഷെയ്ഡ്. ഒരു പേസ്റ്റൽ ഗ്രീനും സീ ബ്ലൂവും മിക്സ് ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോൾ ചെറിയ കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. കാരണം പലരും പല ഗാഡ്ജറ്റ്സിലാണ് കാണുന്നത്. മൊബൈലിൽ കാണുന്നവരുണ്ട്, ടാബിൽ കാണുന്നവരുണ്ട്, ടി വിയിൽ കാണുന്നവരുണ്ട്, ലാപ്ടോപ്പിൽ കാണുന്നവരുണ്ട്. എനിക്ക് സ്ക്രീൻഷോട്ട് വരുമ്പോൾ അറിയാം പലതിനകത്തു നിന്നാണ് സ്ക്രീൻഷോട്ട്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങളതൊന്ന് എക്സ്പെക്റ്റ് ചെയ്യണം, ചെറിയ കളർ ചേഞ്ച് കേട്ടോ. ഇങ്ങനെ വരും. നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡ്, നല്ലൊരു പേസ്റ്റൽ കളറാണ്, ഭയങ്കര ഭംഗിയുണ്ട്. 320 per meter, 44 inches വിത്ത്. അടുത്ത റെഡ് റാണി ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക്. ഇങ്ങനെ വരും, നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്, അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ കേട്ടോ. 320 per meter, 44 inches വിത്ത്. സോ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് ഗജി സിൽക്കിൽ ഈ പ്രാവശ്യം വന്നേക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോവുക. ആൻഡ് നമ്മുടെ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയാണ്. ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കസ്റ്റമേഴ്സും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.